ചായ കുടിക്കുന്നത് ഉന്മേഷം നൽകുമെങ്കിലും അമിതമായാൽ അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചായയുടെ ഗുണങ്ങളും ദോഷങ്ങളും അതിന്റെ ഉപയോഗരീതിയെ ആശ്രയിച്ചായിരിക്കും. ചായയിലെ കഫീൻ ക്ഷീണം കുറയ്ക്കാനും കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കാനും സഹായിക്കും. ബ്ലാക്ക് ടീയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. മിതമായ അളവിൽ കട്ടൻ ചായ കുടിക്കുന്നത് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ഇഞ്ചി, ഏലക്ക പോലുള്ളവ ചേർത്തുണ്ടാക്കുന്ന ചായ ദഹനത്തെ സഹായിക്കും. ഇനി നമുക്ക് ചായ അമിതമായാലുള്ള ദോഷങ്ങളെക്കുറിച്ച് നോക്കാം. വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് വയറ്റിലെ ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, ഗ്യാസ്, വയറുവേദന എന്നിവയ്ക്ക് കാരണമാവും. ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൽ എന്ന സംയുക്തം ഭക്ഷണത്തിൽ നിന്ന് ഇരുമ്പ് ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് തടസ്സപ്പെടുത്തുന്നു. ഇത് വിളർച്ചയിലേക്ക് നയിക്കും. അമിതമായ കഫീൻ ഉപയോഗം ഉത്കണ്ഠ, അസ്വസ്ഥത, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകും. പാൽ, പഞ്ചസാര എന്നിവ അമിതമായി ചേർത്ത ചായ പതിവായി കുടിക്കുന്നത് കലോറി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം, ടൈപ്പ് 2 പ്രമേഹം, ഫാറ്റി ലിവർ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ചായയിലെ ടാനിൻസ് പല്ലുകളിൽ കറ ഉണ്ടാക്കുകയും കാലക്രമേണ ഇനാമലിനെ ദ്രവിപ്പിക്കുകയും ചെയ്യും. ദിവസത്തിൽ 1-2 കപ്പ് ചായയായി പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. കഴിയുമെങ്കിൽ മധുരമില്ലാതെ കുടിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം മധുരം ചേർക്കുക. വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് ഒഴിവാക്കുക. ലഘുവായ ഭക്ഷണത്തോടൊപ്പം കുടിക്കുന്നതാണ് നല്ലത്. കടുപ്പം കുറഞ്ഞ ചായ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.